ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് താനൂർ ബ്ലോക്ക് പ്രസിഡന്റായി കെ.വി. ഫിർദൌസ് ചുമതലയേറ്റു. താനൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന കൺവെൻഷൻ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആരാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് കോവിഡ് പിടിച്ച ആളുകൾ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കാൻ തിരിച്ചു ഇവിടെ ഇറക്കാൻ കഴിയാതെ, കാരണം കോവിഡ് കാലത്തുള്ളവരെ, കോവിഡ് പിടിച്ചവരെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ, അവസാനം നമുക്കറിയാം ആളുകൾ കരഞ്ഞത് ഗർഭിണികളെ ഒന്ന് നാട്ടിലെത്തിക്കാൻ, ചികിത്സ വേണ്ട ആളുകൾ ഒന്ന് നാട്ടിലെത്തിക്കാൻ, അതിനെങ്കിലും നിങ്ങൾ ഒരു ഫ്ലൈറ്റ് അയക്കൂ എന്ന് കരഞ്ഞു കേട് പറഞ്ഞതൊക്കെ നമ്മൾ മറന്നുപോയി. ഇപ്പോ വർഷം 3 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 4 വർഷമായിട്ടേ ഉള്ളൂ, നമ്മളതൊക്കെ മറന്നു. ഇത്രമാത്രം പ്രവാസികളെ ക്രൂശിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട ഒരു സർക്കാർ കേരളത്തിൽ ഇതുപോലെ മുൻകൂട്ടായിട്ടില്ല. എന്ത് പറഞ്ഞാലും പ്രവാസ ലോകത്തേക്ക് പോകലായിരുന്നു ഇല്ലേ? മുഖ്യമന്ത്രിയും കുടുംബക്കാരും കുട്ടികളും പനിയിലുള്ളവരും തൊടുവിലുള്ളവരും എല്ലാവരും നാട്ടുകാരൊക്കെ കൂടി ഫ്ലൈറ്റ് എടുത്ത് മുഖ്യമന്ത്രി പോയി, മരുമകനും മകളും എല്ലാം പോയി. എന്തുണ്ടായി പ്രവാസികൾക്ക്? എന്ത് ലഭിച്ചു പ്രവാസികൾക്ക്? തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥ വിശേഷം ഉണ്ടായി. പ്രസ്തുത ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞു ഹാജി അധ്യക്ഷനായിരുന്നു. കെ.പി.സി.സി മെമ്പർ യു.കെ. അഭിലാഷ്, ഡി.സി.സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി, ഡി.സി.സി ജനറൽ സെക്രട്ടറിമാരായ ഒ രാജൻ, പന്ത്രോളി മുഹമ്മദ് അലി, ഹൈദ്രോസ് മാസ്റ്റർ, ഡി.ഡി.സി മെമ്പർ ഷാജഹാൻ പരപ്പനങ്ങാടി, മണ്ഡലം പ്രസിഡന്റ് ഹനീഫ് യൂസഫ, ഡി.സി.സി നിർവാഹക സമിതി അംഗങ്ങളായ വൈ.പി. ലത്തീഫ, പി. വാസുദേവൻ, ഡി.സി.സി മെമ്പർ എൻ. ഹുസൈൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.എച്ച്. കുഞ്ഞായിഷക്കുട്ടി, മണ്ഡലം പ്രസിഡന്റുമാരായ വി.പി. ശശികുമാർ, ഫാറൂഖ് പഗര, പി.എ. മുസ്തഫ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു മുളന്തല തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഡി.സി.സി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പി. വാസുദേവൻ, വൈ.പി. ലത്തീഫ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചാർജ് എടുത്ത പ്രവാസി പ്രസിഡന്റ് കെ.വി. ഫിർദൌസ്, താനാളൂർ മണ്ഡലം പ്രവാസി പ്രസിഡന്റ് സി.ആർ. വിജയകുമാർ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് 20 TV.